അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രത്നഗിരിയിലാണ്. രത്നഗിരിയിൽ വെച്ചിട്ട് കഴിഞ്ഞ ഒരു എൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈം ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും വൈകിട്ടൊന്നും റൈഡ് ചെയ്യാറില്ല പൊതുവെ. മാക്സിമം നമ്മൾ കേട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വരെ എത്താൻ നോക്കും. അല്ലെങ്കിൽ മഹട്ട് എത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ വരെ പോകും. നമ്മൾ ഈ പറഞ്ഞ പോലെ INB ട്രിപ്പിൽ ഇറങ്ങിയിട്ട് ഇതുവരെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ടെൻ്റ് അടിക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയാണ്. ഇവിടുന്ന് ഒരു 2-3 മണിക്കൂറത്തെ റൈഡ് ഉണ്ട്. മിക്കവാറും ഞാൻ 7 മണിയൊക്കെ ആവും ഏതെങ്കിലും ഒരു പമ്പിൽ എത്തുമ്പോഴത്തേക്ക്. 7 മണിയൊക്കെ ആകുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ആവണം എന്നാണ് വിചാരിക്കുന്നത്. ഇതേ മുത്തിന് ഞാൻ ഫുൾ പാക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. എന്തായാലും ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ നമ്മൾ വെൽ സെറ്റാണ്, റൈഡിനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇറങ്ങിയേക്കാം. ഇവിടുന്ന് മാക്സിമം നമ്മൾ കേടെത്താനായിട്ട് നോക്കും. കേട് എത്താൻ പറ്റുകയാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പായിട്ട് കേടെത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കും. അതിനപ്പുറം മഹഡ് വരെ എത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഓൾറെഡി സമയം 4 മണി ആയിട്ടുണ്ട്, 4 മണി കഴിഞ്ഞു. അപ്പം നമ്മളിനി അവിടെ എത്തുമ്പോഴത്തേക്കൊക്കെ നല്ല ഇരുട്ടാവും. നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് നൈറ്റ് ഡ്രൈവ് കുറച്ച് ചെയ്യേണ്ടി വരും, കാരണം ഇപ്പോൾ ഓൾറെഡി ടൈം ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എങ്ങനെയായാലും ഒരു 7 മണി 8 മണിയൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരും. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇതാ രത്നഗിരി ടൗൺ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്തിരുന്നത്. അപ്പം രത്നഗിരിയിലത്തെ ഓൾറെഡി നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രത്നഗിരിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രത്നഗിരി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഈ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു ഹാഫ് ഡേ കൊണ്ട് തന്നെ രത്നഗിരിയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ഡേ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാർഡായിട്ട് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാവും, കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും ഇവിടുത്തെ ടൗണ് അത്യാവശ്യം തിരക്കുണ്ട്, വലിയ പ്രശ്നമില്ല. പിന്നെ ഭൂരിഭാഗം ആളുകളും ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ കർണാടക തൊട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു ആഡംബരമാണ്, ആരും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ റൈഡ് ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ കൂടുതലും പേര് തലയും മുഖമൊക്കെ മറച്ചിട്ടുള്ള ഒരു തരം ക്ലോത്ത് വെച്ചിട്ട്, ഒരു സ്കാർഫ് വെച്ചിട്ട് ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവരുടെ ഹെൽമെറ്റ്. നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടാണല്ലോ ഈ ഒരു റൈഡിന് ഇറങ്ങുന്നത്. അപ്പോൾ പൊതുവേ ആളുകൾ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ലഗേജ് ബോക്സിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവാറും ആളുകൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ലോങ് ട്രിപ്പിലാണ്, ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. പിന്നെ KL രജിസ്ട്രേഷൻ കൂടി കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്കും അതൊരു അത്ഭുതമാണ്. ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ പിടിച്ച് നിർത്തും, എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഒരുപാട് ടൈം അങ്ങനെയൊക്കെ പോകും. ഇന്ന് നമുക്ക് എങ്ങനെ നിർത്താനൊന്നും ടൈമില്ല, ഒരുപാട് ഡിലേ ആക്കിയത്, ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാക്സിമം ദൂരം കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ റൂമിലിരുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം പോയതാണ്, അതാണ് ഇത്രയും വൈകിപ്പോയത്. പിന്നെ നമ്മൾ അവിടെ അടുത്ത റൂം എടുത്ത ആ ഒരു ലോഡ്ജിൽ 24 hour സ്കീമായിരുന്നു. അതായത് ഞാൻ വൈകുന്നേരമാണ് അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം വൈകുന്നേരം വരെ അവിടെ ടൈമുണ്ട്. അപ്പം ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇരുന്നതാണ് അവിടെ. പിന്നെ പെട്രോളൊക്കെ നമ്മൾ ഫുൾ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത് കാരണം ഇടയിൽ വഴിയിൽ കിടക്കുമെന്നുള്ളൊരു പേടിയില്ല, മൊത്തം ഓടിക്കോളും. ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു ആംബിയൻസാണ്. വണ്ടികൾ കുറവാണ്. ഈ ഒരു വില്ലേജ് റോഡുകളിൽ പോലത്തെ സ്ഥലങ്ങളിലേക്ക് എത്തി നമ്മളിപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ളതൊക്കെ ഓരോരോ ഗ്രാമങ്ങളാണ്. അപ്പോൾ എന്തായാലും തിരക്ക് ഒരുപാടുണ്ടാവില്ല. പിന്നെ ഇതുപോലെ റോഡിൻ്റെ അടുക്കൊക്കെ പശുക്കളുണ്ടാവും. അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്പീഡിലൊക്കെ വരുമ്പോഴേക്കും റോഡിൻ്റെ അടുക്ക് പശുക്കൾ കിടക്കുന്നത് ഒരു അനുസരണം ഇല്ലാത്ത സാധനമാണ് ഈ പശുക്കൾ. എത്ര ഹോൺ അടിച്ചാലും നോ രക്ഷ, അവന്മാർ അങ്ങനെ നടുക്കാനേ കിടക്കും. റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നോ രക്ഷ, അവരവരുടെ ആ ഒരു സ്പീഡിൽ തന്നെ മൂവ് ചെയ്തിട്ട് നോക്കിക്കണ്ട് ഓടിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ ഈ മുമ്പിൽ പോകുന്ന ഈ ഒരു ചുമന്ന ബസ് ഉണ്ടല്ലോ, ഇതെനിക്ക് തോന്നുന്നു MSRTCയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ. നമ്മളുടെ KSRTCയുടെ പോലത്തെ അവിടുത്തെ വണ്ടി. ഇതെൻ്റെ KSRTCയിൽ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. പോക്കാണെങ്കിലും കുലുങ്ങൊക്കെയുള്ള പോക്കൊക്കെ KSRTCയുടെ ഒരു അനിയനായിട്ട് വരും. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ ബസ്സിന്. അപ്പോൾ ഈ ബസ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് ഓൾമോസ്റ്റ് ഇങ്ങനെ കവറായിട്ട് നിൽക്കും. ഓവർടേക്ക് ചെയ്ത് തരാനൊക്കെ ഇത്തിരി പണിയാണ്. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഉമ്മാർ ഇതേപോലെ ഇത്തിരി ഒരു ഗ്യാപ്പ് വന്നാലേ ഉള്ളൂ. എൻ്റെ മുന്നിലൊരു റൈഡറും ഉണ്ടല്ലോ, ഹെൽമെറ്റൊക്കെ കയ്യിലിട്ടിട്ട്, അവനതെടുത്ത് തലയിലിട്ടൂടെ. ഹെൽമെറ്റ് കയ്യിലിട്ടിട്ടും കാര്യമില്ല, ഹെൽമെറ്റ് വണ്ടിയിൽ തൂക്കിയിട്ടിട്ടും കാര്യമില്ല. ആ തലയിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടത്തുള്ളൂ. തലയിൽ വെറുതെ വെച്ചാലും പോരാ, സ്ട്രാപ്പ് ഇടാനും മറക്കരുത്. കാരണം മിക്കവാറും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹെൽമെറ്റ് സ്ട്രാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നേരെ അത് തെറിച്ച് അതിൻ്റെ വഴിക്ക് പോകും, നമ്മൾ തെറിച്ച് നമ്മുടെ വഴിക്ക് പോകും. അപ്പോൾ അത് കാരണം ഹെൽമെറ്റ് വെക്കുകയും ചെയ്യണം. ഹെൽമെറ്റ് വെക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു സ്ട്രാപ്പ് ടൈറ്റ് ചെയ്തിടുകയും ചെയ്യണം. ഇത്തിരി ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ അതാണ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെയാണ്, നല്ല എന്താ പറയുക, മഞ്ഞ കളറാണ് 2 സൈഡിലും.
ഇതേപോലെ അത്യാവശ്യം പൊക്കത്തിൽ പുല്ല് വളർന്ന് നിൽക്കുകയാണ്, 2 സൈഡിലും ഉണ്ട് അങ്ങനത്തെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ മഴയൊക്കെ കുറവായിരിക്കും, ഈ ഒരു സമയത്ത് മഴയൊക്കെ കുറവായിരിക്കും. എന്തായാലും മഹാരാഷ്ട്രയിൽ നമ്മൾ കേരളത്തിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മഴക്കാലത്ത് ഇതൊക്കെ ചിലപ്പോൾ നല്ല പച്ചപ്പാവായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ടൈം മഹാരാഷ്ട്ര വരുമ്പോൾ നല്ല മഴയത്ത് വരണമെന്നുണ്ട്. കാരണം മഴയത്ത് ഈ മഹാരാഷ്ട്ര വേറെ വൈബാണ്. അപ്പം ആ ഒരു ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറേ സ്ഥലങ്ങൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിലിപ്പോൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ ഈ ഒരു ട്രിപ്പിൽ പോകാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് നമ്മൾ മാക്സിമം പറ്റാവുന്നതൊക്കെ പോവും, പറ്റാത്തതൊക്കെ നമ്മൾ അടുത്ത യാത്രയിലേക്ക് വേണ്ടി മാറ്റി വെക്കും. ഗൂയിസ് റോഡ് നോക്കിക്കേ, ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടല്ല, വളഞ്ഞിടക്കുകയാണ്. എന്നാലും കാര്യമായിട്ട് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓടിക്കാനായിട്ടൊരു സുഖമാണ്. ചുമ്മാ അങ്ങ് ആക്സിലേറ്റർ കൊടുത്തിരുന്നാൽ മതി, വണ്ടിയൊക്കെ പൊക്കോളും. എന്തൊരു തരിശ് സ്ഥലങ്ങളല്ലേ. ഇവിടെ ഇറങ്ങിയിട്ട് 2 ഷോട്ട് എടുത്തിട്ട് പോകാം നമുക്ക്. അപ്പോൾ ഗോയ്സ് റൈഡിലാണ്, രത്നഗിരിയിൽ നിന്ന് ഖേഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൺ ദി വേയിലുള്ള ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. കാരണം ഈടെ ഫുള്ള് തരിശ് നിലങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും. കഴിഞ്ഞ ഒരു 6-7 കിലോമീറ്ററായിട്ട് ഞാൻ വണ്ടി ഓടിച്ചിരുന്ന സ്ഥലങ്ങൾ മുഴുവനും തരിശ് നിലങ്ങളാണ്. ഒരു പൈപ്പാവട്ടെ അല്ലെങ്കിൽ ഒരു കിണറാവട്ടെ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കൊക്കെ മഴ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വില നമുക്ക്, ആ ഒരു വെള്ളത്തിൻ്റെ വില നമുക്ക് അറിയത്തില്ല. പക്ഷേ പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ അത് മനസ്സിലാവും വെള്ളത്തിൻ്റെ വില എന്താണെന്ന്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴാണ് ഇവിടെയൊക്കെ മഴ, നമ്മൾക്ക് അവിടെ കിട്ടുന്നതിന് 1% മഴയെങ്കിലും ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് പച്ചപ്പായിട്ട് തന്നെയാണ്. ഞാനെന്തായാലും വണ്ടി സൈഡാക്കിയതാണ്, നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. മാക്സിമം കേട് അല്ലെങ്കിൽ അതിനപ്പുറം പോകാൻ പറ്റുമെന്ന് നോക്കണം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗണപതി പൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്ന് വണ്ടി സൈഡാക്കിയതാണ്. എന്തായാലും ഇവിടുന്ന് പോയേക്കാം. ഇത് അവിടെ തന്നെ ഉണ്ടോ, ഇത് ഉള്ളിബജി വാങ്ങിച്ചത്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, ജംഗ്ഷനാണ്. ഇവിടെ ഒരു ബായി ഇരുന്നിട്ട് ബജി ഉണ്ടാക്കുന്നുണ്ട്. ഹായ്. അപ്പോൾ ഞാൻ ബജി കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കിയതാണ്, ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നാം കേ സമീർ നിംബ്രി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്താണ്. പിന്നെ ഇപ്പം നമുക്ക് ഇനിയും കുറേ ദൂരം പോകാൻ കിടക്കുകയാണ്. ഇതൊരു വില്ലേജ് ആയിരുന്നു, അവിടുത്തെ ആളുകൾ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കാന്താ ബജി കിട്ടി. കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയാണ് കേട്ടോ, സവാളയ്ക്ക് ഇവിടെ മഹാരാഷ്ട്ര പറയുന്നത് കാന്ത എന്നാണ്. അങ്ങനെ ഒരു മറാത്തി വേർഡ് പഠിച്ച്, മറാത്തി അല്ല എനിക്കൊന്ന് ഹിന്ദിയിലും അങ്ങനെ തന്നെ പറയുന്നതെന്ന് തോന്നുന്നു. റോഡ് എന്ത് രസമാണല്ലേ, ഇങ്ങനെ കിടക്കുകയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ഇതെന്തിങ്ങനെ പണ്ടാരപ്പം നേരെ ഓടിച്ച് മരത്ത് കയറ്റിയില്ല ഞാൻ. റോഡ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആരായാലും കൺഫ്യൂഷൻ ആയി പോകത്തില്ല. റോഡ് വന്ന് നിൽക്കുന്ന നോക്കി, 2 ഒരേപോലെയുണ്ട് റോഡുകൾ. നമുക്ക് റൈറ്റിലേക്കുള്ള ഈ വഴിയാണ് പോകേണ്ടത്. ഇതിനെനിക്ക് തോന്നുന്നു ഇവിടുത്തെ പുല്ലൊക്കെ ചിത്തനൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ടോ. അവരുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന പോലെ ഉണ്ട്. ഈ പശു ഇതെങ്ങോട്ടാണ് പോകുന്നത്? പശുവിൻ്റെ തണുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ലക്ഷ്യസ്ഥാനമൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എന്തോ കഷ്ടപ്പെട്ട് നടക്കുന്ന പോലെയാണ്. ചുമ്മാ നടക്കുകയാണ്. എന്തേലും ആരെങ്കിലും പുല്ല് കാണിച്ച് എങ്ങോട്ടും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ പുറകിന് പോകും. ഇപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. പച്ചപ്പ് കാണുന്നില്ല എന്നായിരുന്നു, എന്തായാലും ഇപ്പോൾ കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. ഇത് ഏറെക്കുറെ ഒരു ഘാട്ട് റോഡൊക്കെ പോലെ ഉണ്ടല്ലേ, നമ്മളൊരു ചുരമൊക്കെ ഇറങ്ങി വരുന്ന പോലെ ഉണ്ട്. ഹെയർപിന്നെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഇപ്പോൾ വെയിലൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഓടിക്കാനായിട്ടുള്ള ബെസ്റ്റ് സമയമാണ്. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരു ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ വൻ തണുപ്പായിരിക്കും ഇവിടെ. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആവാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തങ്ങണം. Hello, bhai. Hi. How are you? Fine. Proper? I'm from Kerala. Kerala? Yeah. Okay. Journalist? Journalist? Yes. Oh, okay. One selfie? Yeah, sure. I will remove this. Okay. Thank you. നമ്മളിതിപ്പം ഉക്സി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്നു. ഒത്തിരിക്കുന്നു. ഹായ്. അവരെ വഴിയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ എന്നെ ഇങ്ങോട്ടൊന്ന് സംസാരിച്ചാണ്. അപ്പം നാം മുസമ്മിൽ അവർ ചോട്ടാബായി ജിഷാൻ സിയർ ബ്രദർ. കസിൻ. ഓക്കെ. അവരുടെ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. ഇത് എനിക്കിതേ വിളിച്ച് ചായയൊക്കെ തന്നെ. സോ നൈസ് ടു മീറ്റ് യു. താങ്ക് യു. നമുക്കിനി ഇവിടുന്ന് ഒരു 1-2 മണിക്കൂറത്തെ റൈഡ് ഉണ്ട്. മഹഡ് അല്ലെങ്കിൽ ഖേഡ് എത്താൻ ശ്രമിക്കണം. അവർ ചായ കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചില്ല കേട്ടോ. നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പം ടൈം ഇപ്പം തന്നെ 5:30 ആയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഞാൻ ലേറ്റാണ്. അപ്പോൾ അവിടെ ഒരു ബ്രോയും അവൻ്റെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ ഇതേപോലെ എൻ്റെ വണ്ടിയും
ഈ ഒരു സെറ്റപ്പ് ലഗേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവരിങ്ങോട്ടൊന്ന് സംസാരിച്ചു എന്താണ് പരിപാടി, ഓൾ ഇന്ത്യ ട്രിപ്പാണെന്നൊക്കെ മനസ്സിലായപ്പോഴത്തേക്കാണ് അവർക്ക് ഭയങ്കര താല്പര്യം സംസാരിക്കാനായിട്ട്. അപ്പോൾ അവിടെ പിടിച്ച് നിർത്തി ഒരു ചായക്കടയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട്, ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ അവർക്ക് ചായ കുടിച്ചിട്ടോ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എടുത്ത്. പിന്നെ ഞാനപ്പോൾ ഇവിടുത്തെ ഒരു ചായയൊക്കെ കുടിച്ച് അവരോട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വിട്ടത്. ആ ചെറിയ പയ്യൻ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവനെനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്, വീഡിയോ ഒക്കെ എപ്പോഴാണ് വരുന്നത് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ പയ്യൻ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. റോഡ് അത്യാവശ്യം നല്ല എന്താ പറയുക സ്ട്രെയിറ്റ് റോഡായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ റോഡ് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞെടുക്കുകയാണ്. ഈ ബൈക്കാരനല്ലേ നമ്മൾ നേരത്തെ കണ്ടവൻ? അവൻ തന്നെയല്ലേ ഇത്? അവൻ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇത്രയും നേരമായിട്ട്. ആഹാ, റോഡ് നോക്കിക്കേ. ശരിക്കും വണ്ടി ഓടിക്കാനായിട്ട് ഏറ്റവും അടിപൊളി റോഡുകളൊന്നാണ് മൂന്നാറിലുള്ള ഗ്യാപ്പ് റോഡ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റോഡാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റോഡിനെയൊക്കെ എവിടെയൊക്കെയോ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഉണ്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്നാറിൽ നിന്ന് ആ ഒരു പൂപ്പാറ ആ ഒരു അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു റോഡ്. മിക്കവാറും അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു മഴയും കിട്ടും. ആഹാ, അന്തസ്. ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് നടക്കുന്നുണ്ട്. പൊടിയുണ്ട് കേട്ടോ. നല്ല പൊടിയാണല്ലോ. ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പൊടിയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട്. നേരെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്, ഒരുപാട് ഇരുട്ടാവും ഇപ്പോൾ തന്നെ. ഈ ഒരു ലൈറ്റൊക്കെ പെട്ടെന്നങ്ങ് പോകുന്നേ, ഒരു സൺസെറ്റ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ പെട്ടെന്നങ്ങ് ഇതങ്ങ് ഇരുട്ടാവും ഭയങ്കരമായിട്ട്. ഈ ഒരു ഘാട്ട് റോഡെങ്കിലും ഈ ഒരു ഇരുട്ടാവുന്നതിന് മുമ്പായിട്ട് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ ടൗണാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ നോക്കണതാണ്, ഈ പെട്ടി ലഗേജൊക്കെ കണ്ടിട്ടായിരിക്കുള്ളൂ. അയ്യോ, ഇത് കടന്നു കിട്ടാൻ പടിയാണല്ലോ. ഇതൊക്കെ ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികൾ എല്ലാവരോടും കൊണ്ട് കുത്തി കയറ്റാനാണ്. ബെസ്റ്റ് 2 ലോറി ഉണ്ട് മുമ്പിൽ. ഇതിനെ ഞാൻ ഏത് കാലത്ത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ചേട്ടാ ഇച്ചിരി സ്ഥലം തരുമോ? പണ്ടാരും കയറാൻ പറ്റുന്നില്ലല്ലോ. ഇതിൻ്റെ പുറകിൽ തന്നെയാണ് കേട്ടോ ക്വിസ് കുറയുന്നത്. ഫ്രണ്ടിലൊരു ട്രക്ക് പോലത്തെ ഒരു സാധനമുണ്ട്, അതാണ് ഇവന് ഇത്രയും സ്ലോ ആയി നിൽക്കുന്നത്. ഈ ഓവർടേക്ക് ചെയ്യാൻ പറ്റാണ്ട് ലോറിയുടെ ബാക്കിൽ, നല്ല റോഡിൽ കൂടെ ലോറിയുടെ ബാക്കിൽ ഇതേപോലെ കിടന്ന് പോകുക എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭ്രാന്ത് കയറും കുറേ നേരം ഓടുമ്പോഴത്തേക്ക്. കാരണം റോഡ് നല്ല റോഡ്, സ്ട്രെയിറ്റ് റോഡ്, നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡ്. പക്ഷേ ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക ഫ്രസ്ട്രേറ്റിംഗ് ആണ്. നമുക്ക് കയറാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് രണ്ടിനെയും ഓവർടേക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കാവുന്നതാണ്. ചാൻസ് കിട്ടി. ഫുള്ള് കൊടുത്താലേ വണ്ടി കയറത്തുള്ളൂ. ഇതൊക്കെ NH66 ആണ് കേട്ടോ. ഗോയ്സ്, മിറർ ഊരിപ്പോയി. ഈ മിറർ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ റൈറ്റ് സൈഡിലത്തെ മിറർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എപ്പോഴും ആ ഒരു മിറർ യൂസ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പം ഇനിയിപ്പം എവിടെയെങ്കിലും എത്തുന്നതിന് വരെ അങ്ങനെ കിടക്കട്ടെ. ഇടയിൽ നിർത്തിയിട്ട് ടൈറ്റ് ചെയ്യാനുള്ള ടൈമില്ല. നോക്കിക്കുക, പെട്ടെന്ന് ഇരുട്ടായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ടൈം ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇരുട്ട് പെട്ടെന്നാവും അങ്ങ്. ഈ നൈറ്റ് ഡ്രൈവ് എനിക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ നൈറ്റ് ഡ്രൈവിങ്ങിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ആ ഒരു ഹൈ ബീം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്കവാറും വണ്ടിക്കാർ ഓപ്പോസിറ്റ് ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ലോറിയൊക്കെയാണ് വരുന്നതെങ്കിൽ ലോറിക്കാരൊക്കെ പിന്നെയും സ്കൂട്ടേഴ്സൊക്കെ കാണുമ്പോൾ, 2 വീലേഴ്സൊക്കെ കാണുമ്പോൾ അവർ ലൈറ്റ് ഡിം ചെയ്ത് തരും. പക്ഷേ കാറുകാരൊക്കെ ഉണ്ടല്ലോ, ഈ ട്രാവലറായിട്ട് വരുന്നവർ, ടെമ്പോകൾ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവരാരും ലൈറ്റ് ഡിം ചെയ്ത് തരത്തില്ല. അവർ ആ ഒരു ഹൈ ബീം അടിച്ചിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തൊരു ഇറിറ്റേറ്റിംഗ് ആണെന്ന് അറിയാം. നമ്മൾ ഇങ്ങനെ ലൈറ്റ് മിന്നിച്ച് കാണിച്ചാൽ പോലും നോ രക്ഷ. ഇതൊന്ന് ഡിമ്മാക്കി തരിക എന്നുള്ളത് അവർക്ക് അത്ര വലിയ പണിയൊന്നുമല്ല, ജസ്റ്റ് ഒരു ടിക്കിൻ്റെ കാര്യമുള്ളൂ. പക്ഷെ അതവർ ചെയ്യില്ല. അതുകൊണ്ടാണ് എനിക്ക് നൈറ്റ് ഡ്രൈവിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തത്. ഇതാവും കുറേ നേരം വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മടുക്കും. ഈ ലൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ, ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ആ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. പിന്നെ വൺ വേ ഒക്കെ ആണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. അല്ലാത്ത റോഡുകളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഏകദേശം വിസിബിലിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. എനിക്ക് കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഏകദേശം ഒരു ഐഡിയയിലേക്ക് വണ്ടി ഓടിക്കുകയാണ്. ചില സമയത്തൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന വണ്ടി നല്ല ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളങ്ങ് പോകും മുമ്പോട്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ ഇത് നല്ല ഇരുട്ടായിട്ടോ. തണുപ്പും പതുക്കെ ആവുന്നുണ്ട്. നമുക്കിനിപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ എടുക്കാനുള്ള പരിപാടി നോക്കണം. പോകുന്ന വഴി പമ്പുകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പമ്പിൽ കയറിയിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻ നോക്കാം. പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും പമ്പിൽ സ്റ്റേ ചെയ്യാം. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഏതെങ്കിലും റൂം എടുക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ഇവിടെ ഒരു പമ്പുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കാം എന്തായാലും. From Kerala. I'm a YouTuber from Kerala, and I'm currently on an all India trip.
Can I pitch my tent here for tonight? Can I stay here for tonight in my tent? Wait. Hi, I'm Srikutan. I'm a YouTuber from Kerala. Can I stay here for tonight? Can I stay here? No, not allowed. Not allowed. Okay. Okay, thanks. Okay. അപ്പോൾ ആ പമ്പിലത്തെ ആ ഒരു ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു ഗോയ്സ്. അവർ സമ്മതിച്ചല്ലോ കേട്ടോ. അപ്പോൾ അവിടെ പറ്റത്തില്ല. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പമ്പ് നോക്കാം. പമ്പുകൾ ഇഷ്ടംമാരെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്, നല്ല വിശപ്പാണ് കേട്ടോ. ഇവിടെ ഈ ഹൈവേയുടെ അടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളൊന്നും കയറാൻ പറ്റത്തില്ല, നല്ല റേറ്റ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു വെജ് കറിയുടെ ഒക്കെ റേറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 180 250 ഒക്കെ വെച്ചിട്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ ആദ്യം മെനു കാർഡ് എടുത്ത് നോക്കും. സബാഷ്, നല്ല കൂടുതലാണ്, നമുക്ക് വേറെ കടയിൽ കയറാം കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനായിട്ട് കയറി നോക്കിയതാണ് ഞാൻ. ഹെൽമെറ്റൊന്നും ഊരിയില്ല, ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ട് മെനു കാർഡ് ആദ്യം നോക്കിയത്. കുമ്പോട്ട് തന്നെ പോവാം ഗുയിസ്. അടുത്തൊരു പമ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ, ചിലപ്പോൾ ഇനി ഇവർ സമ്മതിക്കുമായിരിക്കും. ഓൺലി ട്രിപ്പ് മേമേ നൗ. സോ മേം ഇതർ ക്യാൻ ഐ സ്റ്റേ ഹിയർ ഇൻ മൈ ടെൻറ്റ്? ഐ ഹാവ് എ ടെൻറ്റ് വിത്ത് മീ. ക്യാൻ ഐ വിച്ച് മൈ ടെൻറ്റ് സംവർ? നമ്മുടെ രണ്ടാമത്തെ പമ്പിലും പരാജയമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് മൂന്നാമത്തെ പമ്പ് ഓടിക്കാം. ഗുയിസ്, നമ്മളിപ്പോൾ ഈ പാസ് ചെയ്ത് പോകുന്ന ഈ ഒരു സിറ്റി ഉണ്ടല്ലോ, ചിപ്ലൂൺ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതൊരു സിറ്റി ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം കടകളും ഹോട്ടലുകളും റൂമുകളും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഞാൻ എന്തായാലും മുമ്പോട്ടേക്ക് പോവാണ്. ഇവിടെ എന്തായാലും നിൽക്കുന്നില്ല, റൂം എന്തായാലും നോക്കുന്നില്ല. നമുക്ക് മുമ്പോട്ടേക്ക് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടും, അപ്പം പോവാം എന്തായാലും. ഈ സിറ്റിയിൽ ഫുഡും അങ്ങനത്തെ ഓപ്ഷനുകളെല്ലാം ഇവിടുന്ന് വേണമെങ്കിൽ കഴിക്കാം. ഞാനപ്പോൾ ഓൾറെഡി അവിടെ ഒരു ചൈനീസ് കട കണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ഇനി അടുത്ത ഒരു മെയിൻ സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൂടുതൽ ഓടാനുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തായാലും. കണ്ടോ, ലൈറ്റ് അടിച്ച് വരുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ലൈറ്റ് അടിച്ച് വരുന്നത്, ഒന്നും കാണാൻ പറ്റത്തില്ല. ചില വണ്ടികളുടെയൊക്കെ ലൈറ്റിൻ്റെ കളർ എന്താ പറയുക, നീലയും മഞ്ഞയും ഒക്കെ ഉണ്ടാവും. കളർഫുൾ ലൈറ്റുകളൊക്കെ അടിച്ച് വരും ചില വണ്ടികൾ. നമ്മളിപ്പോൾ കുറേ മുമ്പോട്ട് വന്നിട്ടോ. ഇപ്പം ഖേഡെന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ആവുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ കിട്ടുമായിരിക്കണം. ഗുയിസ്, ഞാൻ ഇവിടെ അടുത്തൊരു പമ്പിലും കൂടി കയറി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇവരും സമ്മതിച്ചില്ല കേട്ടോ. ഗുയിസ്, ലാസ്റ്റ് ഒരു പമ്പുകാർ സമ്മതിച്ചിട്ടുണ്ട്. ഈ പമ്പിൻ്റെ ഉള്ളിലല്ല, അവർ പമ്പിൻ്റെ പുറത്തൊരു സ്ഥലത്ത് അത് ഇവിടെ അടിച്ചോളാൻ പറഞ്ഞു. ഈ ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. ഇവിടെ കിടക്കുന്നതായാലും. അപ്പോൾ ഇതാണ് ആ ഒരു പെട്രോൾ പമ്പ് കേട്ടോ. ഈ ഒരു പെട്രോൾ പമ്പിലാണ് എനിക്ക് ലാസ്റ്റ് ഒരു അഭയം തന്നത്. പക്ഷേ പെട്രോൾ പമ്പിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ. പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒതുങ്ങി നിൽക്കുന്നൊരു സ്ഥലം, എനിക്ക് വണ്ടി കയറ്റി വെക്കാനും ടെൻറ്റ് അവിടെ അടിച്ചിട്ടുണ്ട് ഞാൻ. ഗുയിസ്, അപ്പോഴത്തേ ഞാനിവിടെ ടെൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ നടക്കാറിങ്ങിയപ്പോഴത്തേക്ക് എവിടെയോ മലയാളം കേൾക്കുന്നത്. അങ്ങനെ ഒരു മലയാളി ചേട്ടനെ കണ്ടുപിട്ടിട്ടുണ്ട്. ഹായ് ചേട്ടാ, പേരെങ്ങനെയായിരുന്നു? സുജേഷ്. മൂപ്പര് കണ്ണൂരുകാരനാണ്. ഇവിടെ 10-15 വർഷമായി അല്ലേ? 15 വർഷമായി ഇവിടെ ഇലക്ട്രിക്കൽ കട നടത്തുകയാണ്. ഒരു 10-15 വർഷമായിട്ട്. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇവിടെ ഈ പമ്പിൽ ഞാനൊരു മലയാളീനെ ഇതേപോലെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ടെൻറ്റിനുള്ളിലേക്ക് കയറിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചത് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണ്. അപ്പോൾ ഗോയ്സ്, നമ്മളുടെ ടെൻറ്റിൻ്റെ ഉൾഭാഗം ഇതാണ് കേട്ടോ. എൻ്റെ ലഗേജ് എല്ലാം ഞാൻ അകത്തടിച്ചിട്ടുണ്ട്. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലിരിക്കണം. നമ്മളുടെ ഈ ഒരു INV യാത്രയിലെ ആദ്യത്തെ ക്യാമ്പിങ്. നല്ല ത്രിൽഡാണ്. പ്രത്യേകിച്ച് ടെൻഷനും പേടിയൊന്നും തോന്നണല്ലോ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഗുയിസ്, നമ്മൾ ഓൾറെഡി ഒരു 4 പെട്രോൾ പമ്പുകളിലെങ്കിലും ചോദിച്ചു, പക്ഷെ ആരും സമ്മതിച്ചില്ല. ചിലർ അപ്പോൾ ആദ്യമേ തന്നെ നോ പറഞ്ഞു, ചിലർ കുറേ നേരം എന്നെ പിടിച്ച് നിർത്തിയിട്ട് സംസാരിച്ചിട്ട് നോ പറഞ്ഞു. ഇവിടെയും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം അതിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓണർ വരുന്നതിന് വരെ വെയിറ്റ് ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഓണറിനെ കണ്ടത്. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണേ. ഉറങ്ങി എണീച്ചിട്ട് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ ഗുയിസ്, ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പമ്പ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി സൺറൈസ് ഒക്കെ ആയിട്ടുണ്ട്. പമ്പിൽ തിരക്കൊന്നുമില്ല രാവിലെ. ഇതിവിടെയാണ് ഞാൻ ക്യാമ്പ് ചെയ്തത്. എൻ്റെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഇവിടെ ഉണ്ട്. ബാത്റൂമാണെങ്കിൽ ഇവിടെ ഉണ്ട്. പിന്നെ അകത്ത് ബാത്റൂമുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് പമ്പിൽ. പമ്പുകളെല്ലായിടത്തും ടോയ്ലറ്റും വെള്ളമൊക്കെ ഉണ്ടാവും. വലിയ കുഴപ്പമില്ല. രാവിലത്തെ പല്ലപ്പം കുളിയൊക്കെ അവിടെ എടുക്കും. കുളിക്കാനുള്ള ഞാൻ മാട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റൂം എടുക്കുന്നതായിരുന്നു. ഒരു അടിപൊളി ഒരു സൺറൈസ് ഒക്കെ കണ്ട് പമ്പിന് മുകളിൽ സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് വന്നേക്കാം. നമ്മളുടെ അവിടെ തന്നെ പെട്രോൾ അടിക്കാൻ കേട്ടോ. ഇപ്പോൾ സമയം 8:45 ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ. ഇവിടുന്ന് ഹട്ടിലേക്ക് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. 50 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ പമ്പുകളിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഗുണം നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. നല്ല തണുത്ത വെള്ളം ഉണ്ടാവും എപ്പോഴും. അതൊക്കെ ആവശ്യത്തിനടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അഴിക്കട്ടെ കേട്ടോ.
ഒരു ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു 2 അടിക്ക് നോക്കി നല്ല രസമായിരിക്കും. നമ്മൾ ഇന്നലെ രാത്രി പരിചയപ്പെട്ട ചേട്ടനാണ്ടോ. ചേട്ടൻ രാവിലെ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വീണ്ടും വന്നാണ്. ആ ചേട്ടാ ഇന്നലെ ഇട്ടത്തെ എന്നോട് മുഖമൊന്നും വരെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല ക്യാമറയില്. ആയിക്കോട്ടെ വിളിക്കാം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തു. ഓൾ സെറ്റാണ്. ബൈ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവരാണ്. താങ്ക്സ് ബ്രോ. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ നിന്നിരുന്നത് പമ്പ്. അപ്പോൾ അവരായിരുന്നു നമുക്ക് ദേവനുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. മഹഡിലേക്ക് പോകണേ. മഹഡ് ഇവിടുന്ന് ഒരു മണിക്കൂറത്തെ റൈഡേ ഉള്ളൂ. നമ്മൾ പോയിട്ട് റൂം എടുക്കും എന്തായാലും. കാരണം ക്യാമറയ്ക്കൊന്നും ചാർജില്ല. ഇവിടെ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് റൂം എന്തായാലും എടുക്കും എന്തായാലും. വല്ലതും കഴിക്കും. ഞാൻ പോകുന്ന വഴി ഏതെങ്കിലും ചെറിയ കടയിൽ, റോഡ് സൈഡിലുള്ള വല്ല ചെറിയ കടയിലും. കാരണം ഇവിടെ ഏത് ഹോട്ടലിൽ കയറില്ല 200 രൂപയെങ്കിലും കയ്യിൽ നിന്ന് പൊട്ടും. ചെറിയ വല്ല കടകളിലും കയറുകയാണെങ്കിൽ ഒരു 50 രൂപ 60 രൂപയൊക്കെ കാര്യം നടക്കും. യൂട്യൂബ് ചാനലല്ലേ ഇത്? ചാനലൊക്കെ സോളോ സഞ്ചാരി. ഓക്കെ ഓക്കെ. हाय बाय बाय. क्या इंस्टा आईडी ये है सोलो संचारी. അപ്പം നമുക്ക് ഇവിടുന്ന് റൈഡ് തുടങ്ങിയേക്കാം. നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാ. പമ്പിൽ നിന്ന് ഇപ്പം എനർജി കയറി അടുത്താണ്. എന്തായാലും ഞാൻ ക്യാമറ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മഹഡ് ഏരിയ എത്തിയിട്ട് കാണാം. അതിനിടയിലുള്ള റൈഡിങ് വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഗുയ്സ് നമ്മളിത് മഹഡ് ആ ഒരു ടൗൺ ഏരിയ എത്താറായിട്ടുണ്ട്. പോകുന്ന വഴി ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് വരെ നടക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഒതുക്കിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വായ നോക്കി നിൽക്കുകയാണ് കുറച്ച് നേരമായിട്ട്. എന്തായാലും പോയേക്കാം. ഗുയ്സ് ഞാൻ മഹഡ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. മഹഡ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ട് ഇവിടെ നമ്മുടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഫുള്ള് മലയാളമാണ്. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. എന്തായാലും ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ദോശ വെയിറ്റ് ചെയ്ത് വെക്കാറ്. ഞാനൊരു കട. മൂപ്പരും മലയാളിയാണ്. ഹായ് ചേട്ടാ. ഇദ്ദേഹത്തിൻ്റെ കടയാണ്. പേരെങ്ങനെയായിരുന്നു? പ്രശാന്ത്. മലപ്പുറംകാരനാണ് കേട്ടോ. പരപ്പനങ്ങാടി. ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ? 26 വർഷം. ഓ അടിപൊളി. അച്ഛനായിരുന്നു ഇവിടെ ആദ്യമേ. 100 വർഷമായി. ഓ മലയാളി ഉണ്ട് ഇവിടെ കുറെ. ഞാൻ കായംകുളം. എന്റെ നാട് കായംകുളം. പുതുപ്പള്ളി. ഏത് നാട്ടിൽ പോയാലും നമുക്ക് നമ്മളുടെ ഫുഡ് കിട്ടും. നല്ല വട, ദോശ, വീട്ടിലൊക്കെ തോപ്പിക്കണമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. നമ്മൾ അവിടെ ഒരു കടയിൽ കയറി ചോദിച്ചപ്പം അവിടുത്തെ ചേട്ടനാണ് ഇവിടെ ഒരു മലയാളിക്കടയുണ്ട്, ഇവിടെ വന്ന് കഴിക്കാൻ പറഞ്ഞത്, ന്യൂ ഗണേഷ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡ് വരുന്നു. പിന്നെ ഇപ്പോൾ റൂം എടുക്കണം. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. നല്ല റൂം എടുത്തിട്ട് ലഗേജൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അല്ല ഇവിടുന്ന് പോയി ഇറങ്ങാം. വണ്ടിയുടെ കീ ഇരിക്കണമൊക്കെ ഞാൻ വണ്ടിയുടെ കീ എടുക്കാൻ മറന്നതായിരുന്നു. സേഫായിട്ടിരുന്നു. ഞാൻ ഇവിടെ റൂം എടുത്തിട്ടോ. മാധവാശ്രമ ലോഡ്ജിൽ റൂം എടുത്തു. ഈ റൂമൊക്കെ എടുത്തു. പിന്നെ അതേ വണ്ടി മുത്തിനെ വെച്ചേക്കുന്നത് അവിടെയാണ്. ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റ് ഏരിയ ആണ്. ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ റൂം വരുന്നത് ഇവിടെയാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത റൂമാണ്. നോക്കിക്കേ, അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. 300 രൂപയ്ക്കൊക്കെ ഇത് ഓക്കെയാണ്. നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ പരിചയപ്പെട്ട രവീന്ദ്രൻ എന്നായിരുന്നു അവിടുത്തെ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് പുള്ളിയുടെ പേര് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറവ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ 400 പറഞ്ഞെടുത്ത് 300 കിട്ടിയതാണ്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. പ്രശ്നമൊന്നുമില്ല, ധാരാളം. ഞാനെന്തായാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഇന്ന് എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെയും പുറത്തേക്ക് ഇറങ്ങണം. ഒന്ന് തീരുമാനമാക്കാനുണ്ടത്. ഗുയ്സ് താഴെ ഒരു ഫ്രൂട്ട്സ് കടയിലെ ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചു. 50 രൂപ. മിക്കവാറും ഇതായിരിക്കും നമ്മളുടെ ലഞ്ച്. ഗുയ്സ് നമ്മളിത് ഇവിടെ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. ജനസേവ വിഭ്രാന്തി ഗൃഹ്. ഇതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു. മനസ്സിലായത് റെസ്റ്റോറൻ്റ് ആണെന്ന്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. മാധവാശ്രമം തൊട്ടിപ്പുറത്താണ്. എൻ്റെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇത് മെയിൻ സിറ്റി ഏരിയ ആണ് ഈ ഭാഗം. ഭയങ്കര പൊടി അവിടെ. ഇവിടെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കേവ്സ് ഉണ്ട്, ബുദ്ധിസ്റ്റ് കേവ്സ്.
അപ്പോൾ ഗോയ്സ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഗുഹയിലത്തെ കാഴ്ചകളും അതായത് ഗാന്ധാരപാല ബുദ്ധിസ്റ്റ് കേവ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ കാഴ്ചകളും അതുപോലെ തന്നെ മഹഡ് എന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണിക്കാം കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മറാത്ത രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, റായ്ഗഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റായ്ഗഡിലത്തെ ഫേമസ് ആയിട്ടുള്ള കോട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ മഹഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടൗൺ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ സാബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ, ചൗദാർ തല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് വീഡിയോസിൽ എടുക്കണം. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡ്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാണ്. എല്ലാവട്ടും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പം അതും കാണാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.